മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിയും കാന്താരയിലൂടെ സെൻസേഷനായി മാറിയ ഋഷഭ് ഷെട്ടിയും തമ്മിലാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു. 3 ചിത്രങ്ങളായിരുന്നു 2022 മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയത്. ഈ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എന്നിട്ടും മമ്മൂട്ടിക്ക് പുരസ്കാരം കിട്ടിയില്ല. അതിന്റെ നിരാശയിലാണ് മലയാളികൾ. മമ്മൂട്ടിയുടെ സിനിമകൾക്കൊന്നും പുരസ്കാരങ്ങൾ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? തഴഞ്ഞതാണ്. അവാർഡ് നിർണയത്തിലെ രാഷ്ട്രീയം പോലും ചർച്ചയാകും. ശരിക്കും സംഭവിച്ചത് എന്താണ്? 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് പരിഗണിക്കാൻ മമ്മൂട്ടി ചിത്രങ്ങൾ അയച്ചില്ല. നൻപകൽ നേരത്ത് മയക്കം, മുഴു, റോഷാക്ക് എന്നീ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി ആ വർഷം ഇറങ്ങിയ സിനിമകൾ. എന്നാൽ ഇതൊന്നും കേന്ദ്ര പുരസ്കാരത്തിനായി സിനിമയുടെ അണിയറ പ്രവർത്തകർ സമർപ്പിച്ചിരുന്നില്ല. മമ്മൂട്ടി ചിത്രങ്ങൾ കേന്ദ്ര അവാർഡിന് സമർപ്പിച്ചിട്ടില്ലെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ കലാകൗമുദിയോട് പറഞ്ഞു. എന്നാൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പുരസ്കാര നിർണയത്തിന് അയച്ചിട്ടും ദക്ഷിണേന്ത്യൻ ജൂറി അവ തഴഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. മമ്മൂട്ടിയുടെ സിനിമകളൊന്നും തങ്ങളുടെ പരിഗണനയ്ക്ക് വന്നിരുന്നില്ലെന്ന് കേന്ദ്ര ജൂറി അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചിത്രങ്ങളെ തഴഞ്ഞെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടന്നത്. അവാർഡിന് അയച്ച സിനിമകളെല്ലാം സ്ക്രീൻ ചെയ്തത് ദക്ഷിണേന്ത്യൻ പ്രാദേശിക ജൂറിയായിരുന്നു. ഇവരാണ് കേന്ദ്ര ജൂറിക്ക് പരിഗണനയ്ക്കായി ചിത്രങ്ങൾ അയച്ചത്. ഇവർക്ക് മുന്നിൽ പരിഗണനയ്ക്ക് വന്നവയിൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല എന്നതാണ് വാസ്തവം. മമ്മൂട്ടി ചിത്രങ്ങളൊന്നും പരിഗണനയ്ക്ക് വന്നിരുന്നില്ലെന്ന് കേന്ദ്ര ജൂറി അംഗങ്ങളിൽ ചിലർ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ പറഞ്ഞിരുന്നു. മമ്മൂട്ടി സിനിമകൾ വന്നിരുന്നുവെങ്കിൽ കാണാമായിരുന്നുവെന്നും അവർ പറഞ്ഞു. 2022 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിക്കാണ് ലഭിച്ചത്. എന്നാൽ അതേ വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ ഉണ്ടായിരുന്നിട്ടും മമ്മൂട്ടിയെ പരിഗണിച്ചില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. 2022 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി അഭിനയിച്ച നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്കായിരുന്നു. ദക്ഷിണേന്ത്യൻ സിനിമകൾ പരിശോധിക്കാൻ 2 സമിതികളാണ് ഉണ്ടായിരുന്നത്. സുശാന്ത് മിശ്ര ചെയർമാനായുള്ള സമിതിയിൽ മലയാളികളായ MP പത്മകുമാറും സന്തോഷ് ദാമോദരനും അംഗങ്ങളായിരുന്നു. രവീന്ദർ, മുക്താസ അലിഖാൻ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. ബാലു സലൂജ ചെയർമാനായ 2ാം സമിതിയിൽ രാജ് കണ്ടുകുറി, പ്രദീപ് കേച്ചാനറും കൗസല്യ പൊട്ടൂരിയും ആനന്ദ് സിംഗും അംഗങ്ങളായിരുന്നു. കേരളത്തിൽ നിന്ന് ലഭിച്ച സിനിമകളിൽ നല്ല ഉള്ളടക്കം നോക്കിയാണ് മേഖലാ സമിതി കേന്ദ്ര ജൂറിക്ക് സമർപ്പിച്ചത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കാതെ ജൂറി അംഗമായ P സുകുമാർ ഒഴിഞ്ഞു മാറിയിരുന്നു. മാധ്യമങ്ങളോട് ജൂറി തലത്തിൽ എടുത്ത നിലപാടുകളെ കുറിച്ച് പറയുന്നതിന് വിലക്കുകൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മികച്ച സാങ്കേതിക മേന്മയുള്ള ചിത്രങ്ങൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് എത്തിയതായി ജൂറി അംഗം ആൻമോൾ ബാവെ പറഞ്ഞിരുന്നു. ബ്രഹ്മാസ്ത്രം, പൊന്നിയിൻ സെൽവൻ ഒക്കെ അതിശയിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ നിന്നുള്ള ആട്ടം ഗംഭീര സിനിമയാണ്. പാട്ടുകളും മികച്ചത്. എല്ലാവരും നന്നായി അഭിനയിച്ച സിനിമ കൂടിയാണ് അതെന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടി സിനിമകൾ പ്രാദേശിക ജൂറി അയക്കാത്തത് കൊണ്ടാകാം കാണാതിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഈ പ്രതികരണങ്ങൾക്ക് വന്നതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ചൂടേറിയ ചർച്ചയായത്. സംഭവം ഗൗരവമായ ചർച്ചയായതോടെ സൗത്ത് ജൂറി അംഗം കൂടിയായ പത്മകുമാർ അവാർഡിനെത്തിയ സിനിമകളെ കുറിച്ച് പ്രതികരിച്ചിരുന്നു. മമ്മൂട്ടി ചിത്രങ്ങൾ ദേശീയ പുരസ്കാരത്തിനായി കേരളത്തിൽ നിന്നും അയച്ചിട്ടില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടി സാറിന് അവാർഡ് കൊടുക്കുന്നതിന്റെ പേരിൽ മോശം കമന്റുകളാണ് വരുന്നത്. മതത്തിന്റെ പേരിലും BJP സർക്കാർ ആയതിനാലുമാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തത് എന്നിങ്ങനെയാണ് കമന്റുകൾ. തനിക്ക് ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ജൂറി അംഗം കൂടിയ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. സൗത്ത് ജൂറിയിൽ ഞാനും അംഗമാണ്. എന്റെ മുന്നിൽ മലയാളത്തിൽ നിന്നും സിനിമകൾ വന്നതാണ്. ഞാൻ ആദ്യമായാണ് ഒരു നാഷണൽ ജൂറിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായാണ് അതിനെ സമീപിച്ചത്. നഷ്ടപ്പെട്ടു പോയ സിനിമ തിരിച്ചു വിളിച്ച സംഭവം വരെ ജൂറിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇത്രയധികം ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല എന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം. അതിന് ഉത്തരമുണ്ട്. ജൂറിയിൽ രാഷ്ട്രീയമോ മതമോ ഇല്ലെന്നും മമ്മൂട്ടി ചിത്രങ്ങൾ മനഃപൂർവ്വം അയക്കാതിരുന്നിട്ട് BJP സർക്കാരിന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തണമെന്നും സംവിധായകൻ തുറന്നടിച്ചു. 2022 കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്നും അയച്ച സിനിമകളുടെ ലിസ്റ്റ് തന്റെ കയ്യിലുണ്ട്. ഈ ലിസ്റ്റിൽ മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമയും ഇല്ല. നൻപകൽ നേരത്ത് മയക്കം മാത്രമല്ല,
മമ്മൂട്ടിയുടെ ഒരു സിനിമയും നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? സിനിമ അയക്കാതിരുന്നിട്ട് മുൻവിധിയോടുകൂടി ആരൊക്കെയോ ഇരുന്ന് പടച്ചു വിടുകയാണ്. മമ്മൂട്ടിക്ക് കിട്ടിയില്ല, BJP സർക്കാർ കൊടുത്തില്ല എന്നൊക്കെ ചർച്ച ചെയ്യുകയാണ്. ആരാണ് മമ്മൂട്ടിയുടെ സിനിമകൾ അയക്കാതിരുന്നത്? അതിന്റെ പഴി മുഴുവൻ BJP സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണ് എന്നും കണ്ടുപിടിക്കണമെന്നും പത്മകുമാർ ആവശ്യപ്പെടുന്നു. കള്ളത്തരം പറഞ്ഞ് സർക്കാരിനെ ചിലർ അധിക്ഷേപിക്കുകയാണ്. ഞാൻ അവിടെ ജൂറി ആയിരുന്നത് കൊണ്ട് പറയുകയാണ്, രാഷ്ട്രീയത്തിന്റെ പേരിൽ സർക്കാരിന്റെ യാതൊരുവിധ ഇടപെടലും ഇതിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അനുരാഗ് ഠാക്കൂർ ജൂറി അംഗങ്ങളെ വിളിച്ചു വരുത്തി നടത്തിയ ചർച്ചയിൽ ഒന്നിലും ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഓരോ സംസ്ഥാനത്തും സിനിമകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിൽ ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നായിരിക്കില്ല, സർക്കാരിന്റെ പുറത്തു നിന്നും ആയിരിക്കണം. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ ദേശീയ അവാർഡിന് അയക്കാതിരുന്നത് ആരെന്ന് കണ്ടെത്തണം. എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിഞ്ഞിട്ട് വേണം ഒരു സർക്കാരിനെ കുറ്റം പറയാനെന്നും പത്മകുമാർ പ്രതികരിച്ചു.